അല്ല, സി പി ഐയുടെ പൊസിഷനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ഈ സി പി എം പ്രതിനിധിയുടെ വാക്കുകൾ സാഗൂതം കേൾക്കുകയായിരുന്നു. അദ്ദേഹം എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യണം. ഞങ്ങൾ കോൺഗ്രസ് പോലെയൊന്നുമല്ലല്ലോ, ഞങ്ങളല്ലേ ഫാസിസത്തിനെ അങ്ങോട്ട് അട്ടിമറിക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാച്ച് ദം യങ് എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. കുട്ടികളെ ചെറുപ്പത്തിലെ പിടിക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ ചരിത്രത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ കുത്തിവെക്കണം. അതേ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിന്റെ കാര്യസ്ഥപ്പണി ചെയ്തിട്ടാണ് ഇവിടെ സി പി എം പ്രതിനിധി മറ്റുള്ളവർക്ക് ഫാസിസത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. എങ്ങനെ ഇങ്ങനെ ആത്മവഞ്ചനാപരമായ വാക്കുകൾ ഉച്ചരിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നു? എങ്ങനെയാണ് ഇവർക്ക് ഇതിന് ആത്മവിശ്വാസം കിട്ടുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഫാസിസത്തിന് നടത്തിപ്പുകാരായി മാറുകയും അതേസമയം ഇപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുകയാണ്. കോൺഗ്രസിന് അത്തരം ഒരു പോളിസി ഇല്ല, ഞങ്ങൾക്കാണ് എല്ലാ പോളിസിയും. ഈ പോളിസി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. പിന്നെ സി പി ഐയുടെ കാര്യം ഇന്ന് കാലത്ത് മുതൽ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? സി പി ഐ കടുപ്പിക്കും എന്നാ. ഇത്തരം ഒരു വിഷയത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞ കാര്യത്തിൽ എന്ത് കടുപ്പിക്കുമെന്ന നമ്മൾ കരുതേണ്ടത്? ഒരു കടുപ്പിക്കലും നടക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയുന്നതല്ലേ. സി പി ഐ നേതാക്കളെ സംബന്ധിച്ച് ഇനി അവരുടെ കമ്മിറ്റി കൂടുമ്പോഴുള്ള ചായയുടെ കടുപ്പം കൂട്ടുക എന്നല്ലാതെ ഈ വിഷയത്തിൽ ഒരു കടുപ്പത്തിലൊരു നിലപാടെടുക്കാൻ സാധ്യമല്ലാന്നേ. പിണറായി വിജയനെ സംബന്ധിച്ച് സി പി ഐ മാത്രമല്ല, സി പി എം നേതൃത്വത്തിന്റെ നയപരമായ നിലപാടിന്റെ കൂടി ലംഘിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. ഇവിടെ എം എ ബേബി എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് അറിയില്ല എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? തീർച്ചയായും സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിന് ഇവിടെ കൃത്യമായൊരു നിലപാടുണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ച് ഇതിൽ സി പി ഐ ബാധകമല്ല, സി പി എം ബാധകമല്ല, എൽ ഡി എഫിന്റെ മുന്നണി ബന്ധങ്ങൾ ബാധകമല്ല. ഇത് ഈ പറയുന്ന എൽ ഡി എഫിന്റെ ഗവൺമെന്റോ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് തമ്മിലുള്ള ഒരു കരാറായി നമ്മൾ കാണേണ്ട. ഇത് പിണറായി വിജയനും ഈ സംഘപരിവാർ ഭരണകൂടവും തമ്മിലുള്ള ഒരു കരാറാണെന്നേ. അതിനൊരു ഉപകരാർ മാത്രമാണിത്. ഇത് കാലങ്ങളായി RSSുമായി പിണറായി വിജയൻ ഏർപ്പെട്ടിട്ടുള്ള കരാറുകളുടെ കൂട്ടത്തിലൊന്നാണ്. അല്ലാതെ ഒരു പുതിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പെട്ടെന്ന് അവതരിപ്പിക്കപ്പെട്ട ഒന്നല്ല. ഇത് കുറേ കാലമായി തുടരുന്ന ഒന്നാ. ഈ അടുത്ത കാലത്ത് തന്നെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ തന്നെ മീഡിയ വണ്ട തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അമിത്ഷായെ കണ്ട് പിണറായി വിജയൻ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ. കണ്ണൂരിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയെ മാവോയിസ്റ്റ് ബാധിത ജില്ലകളുടെ പട്ടികയിൽ നിന്ന് മാറ്റാൻ കേന്ദ്രം തീരുമാനിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയൻ പറയാണ്, അങ്ങനെ മാറ്റരുത്, നിങ്ങൾ മാവോയിസ്റ്റുകളുടെ അടിച്ചമർത്തുന്ന നിങ്ങളുടെ നയം ഞങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നയം എന്താ? മാവോയിസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് പോലീസിനെ ഉപയോഗിച്ചോ പട്ടാളത്തെ ഉപയോഗിച്ചോ സായുധമായി പരിഹരിക്കേണ്ട ഒന്നല്ല, ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട ഒന്നാണ് എന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ, സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന്റെ, സി പി എമ്മിന്റെ പാർട്ടി തീരുമാനത്തിനെതിരെ സംഘപരിവാറിന്റെ നയം നടപ്പിലാക്കുക എന്ന് പറയാൻ ആത്മവിശ്വാസമുള്ള ഒരാളാണെന്നേ. ഇത് ഈ നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ നിഷാദെ ഈ സമയം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ? ഇത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ബീഹാറിലടക്കം ഈ സി പി എമ്മും സി പി ഐയും മാത്രമല്ല, എക്സ്ട്രീം ഇടതുപക്ഷം എന്ന് പറയുന്ന CPIML, ലിബറേഷൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത്തരം PM ശ്രീക്കൊക്കെ എതിരെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവിടെ ബീഹാറിൽ BJP ചോദിക്കുന്നത് എന്താ? കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയിട്ടില്ലേ, CPM സർക്കാർ നടപ്പിലാക്കിയിട്ടില്ലേ എന്ന. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്ത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സ്റ്റാലിന് BJPയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് കത്തെഴുതി, കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കാമെങ്കിൽ അതിലും വലിയ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നടപ്പിലാക്കിക്കൂടെ എന്ന് സ്റ്റാലിനോട് BJP നേതാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നിലപാടിനെ ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഫലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്നത് PM ശ്രീയുടെ ബ്രാൻഡ് അംബാസിഡറായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ വളരെ കൃത്യമാണ്. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയാത്ത ആളാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ഒരാളും പറയില്ല. ഇവിടെ പിണറായി വിജയൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിണറായി വിജയനെ സംബന്ധിച്ച് ഈ CPIയുമായുള്ള മുന്നണി ബന്ധം തകരുന്ന പ്രശ്നമല്ല, രാഷ്ട്രീയമായ ഈ പറയുന്ന സൗഹാർദ്ദം, സോളിഡാരിറ്റി തകരുന്ന പ്രശ്നമല്ല. പിണറായി വിജയൻ ഈ മുന്നണി ബന്ധം തകർന്നാലും ഈ സർക്കാർ തകർന്നാലും പ്രശ്നമല്ല. പിണറായി വിജയനെ സംബന്ധിച്ച് മുന്നിലുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബം തകരാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ നയിക്കുന്ന വ്യക്തിപരമായ താല്പര്യങ്ങളാ. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഇതേ ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം വന്നുവല്ലോ, PM ശ്രീ എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ അത് ഉദ്ധരിച്ച് കാണിച്ചു തരാം. PM ശ്രീ എന്ന് പറയുന്നത് ഇതിനകത്ത് ഫെഡറലിസം എന്ന് പറയുന്ന സംഗതിയെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണ്. നമുക്ക് ആവശ്യമുള്ള പൈസ തരുന്നില്ല, നമുക്ക് പൈസ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, നമ്മൾ ആ നിലയ്ക്ക് പരിമിതപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടാലേ കാശ് കിട്ടൂ എന്ന നില വന്നാൽ
നമുക്ക് ചില തരത്തിലുള്ള ചില സ്ട്രാറ്റജീസ് ആൻഡ് കോംപ്രമൈസസ് എടുക്കേണ്ടി വരും എന്ന് വിശദീകരിക്കുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ ഒപ്പിട്ടതിൻ്റെ പേരിൽ സംഘ് പരിവാർ ഐഡിയോളജീസ് ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ള പരിപാടിയെങ്കിൽ ഞങ്ങൾ അതിനോട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. അതിനകത്തൊരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടോ ശ്രീ അനൂപ് വിആർ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇതൊക്കെ ആർക്കാ മനസ്സിലാവാത്തതിന് ഷാദേ, ഇവരെന്താ പറയുന്നത്? ഇത് ഒപ്പിട്ടതിന് ശേഷം പൈസ മേടിച്ചതിന് ശേഷം ഇത് നടപ്പിലാക്കില്ല എന്നൊക്കെ ഒരു മന്ത്രി പറഞ്ഞാൽ MOU ഒപ്പിട്ടതിന് ശേഷം അത് എത്രമാത്രം പരിഹാസ്യമാണ്. വിവാഹത്തലേന്ന് സ്വർണങ്ങളുമായി വധു വീട്ടുകാർ തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് ആ സ്വർണ്ണ പണ്ടവുമായി കാമുകന്റെ കൂടെ ഒളിച്ചോടി എന്നൊക്കെ പറയുന്നത് പോലെ ഈ പൈസ അങ്ങ് മേടിച്ചതിന് ശേഷം ഇത് നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്ന വളരെ ബാലിശമായ അമർ ചിത്രകഥാ നിലവാരത്തിലുള്ള വാദങ്ങളാണെന്ന് ഇവർ ഉന്നയിക്കുന്നത്. ഇതിനകത്ത് കൃത്യമായി ഇവർ പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് പല ബദലുകളില്ലേ. സ്റ്റാലിൻ തന്നെ ചെയ്യുന്നത് എന്താ? ഇത് കോടതിയിൽ പോയാൽ, സുപ്രീം കോടതിയിൽ പോയാൽ അവർക്ക് അനുവദിച്ചു കിട്ടിയില്ലേ? ഇവിടെ വിഷയം അതല്ല. ഇത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. താങ്കൾ ഇത് പറയുന്നു, ഇത് ഇത്തരം ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമാണെങ്കിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയെ മാവോയിസ്റ്റ് ബാധിത ജില്ലയെ ആക്കരുത് എന്ന് പറയുന്നത് അമിത്ഷായോട് അങ്ങോട്ട് പോയി ആവശ്യപ്പെടുക. ഇത് കേവലം വിദ്യാഭ്യാസ വകുപ്പിൽ പരിമിതപ്പെട്ടു നിൽക്കുന്ന ഒന്നല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിലുണ്ട്, ആരോഗ്യ വകുപ്പിലുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിലുണ്ട്. കേരളത്തിൽ ഈ പുതിയ സർക്കാർ പിണറായി വിജയന്റെ വന്നതിന് ശേഷം സംഘപരിവാർ നയങ്ങളുടെ നടത്തിപ്പുകാരനായി പിണറായി വിജയൻ മാറിയെന്നേ.